ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ. പിന്നെ ഫാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റി നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. പണ്ട് നമുക്കൊരു മഞ്ഞ മാത്രമേ കാണാൻ കഴിയുള്ളായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പോൾ പർപ്പിളുണ്ട്, മഞ്ഞയുടെ 2-3 വെറൈറ്റീസ് ഉണ്ട്, റോസ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതലും വെറൈറ്റീസ് ഫാഷൻ ഫ്രൂട്ട് കാണപ്പെടുന്നത് വയനാടാണ് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാരയൊന്നും ഒട്ടും ആഡ് ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റികളുണ്ട്. പർപ്പിൾ, പിങ്ക്, റോസ് ഒക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്. യെല്ലോയിലും ഉണ്ട്, നല്ല വലിപ്പമുള്ള കായ്കളൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകളും വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകുമ്പോഴേ ചെറിയൊരു കട്ടിങ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ കോവൽ വെച്ച് പിടിപ്പിക്കുന്ന പോലെയൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അത് പറഞ്ഞു തരാനായിട്ട് ഞാൻ വന്നത്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ചമ്മന്തി അരയ്ക്കാം. ആർക്കറിയാം? അതുപോലെ ഇതിൻ്റെ തോട് വെച്ചിട്ട് ജാം ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം, അങ്ങനെ പല 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 ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിന് നല്ല പിന്നെ എന്താ പറയുക, ഒരു 5 വർഷത്തെ കാലാവധി ഒരു ചെടി വെച്ചാൽ കിട്ടും കേട്ടോ. 1 മുതൽ 5 വർഷം വരെ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുവേ. പന്നലായി പോലെ മരത്തിൻ്റെ മുട്ടിലൊക്കെ കൊണ്ടുപോയി നട്ടു കൊടുത്താൽ മതി. പടർന്ന് പന്തലിച്ചിട്ട് പഴുത്ത് താഴേക്ക് വീഴുമ്പം പറക്കി എടുക്കാമല്ലോ, കയറി പറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോഴേ നമ്മുടെ ചാനലിൽ ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫാഷൻ ഫ്രൂട്ടിന് എന്താ പറയുക, പോളിനേഷൻ സ്വന്തമായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ അത് സ്വാഭാവികം പ്രകൃതിയിൽ തന്നെ പ്രാണികളിലൂടെയും പോളിനേഷൻ നടക്കും. അപ്പം ഒരു പൂവിൽ തന്നെയാണ് ആണും പെണ്ണും പൂക്കൾ വരുന്നത്. പ്രത്യേക പൂക്കളൊന്നും ഇല്ല ഈ ചെടിക്ക്. ഒരുപാട് കെയറിങ് പരിചരണങ്ങളോ ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്